നമസ്കാരം. ഇന്ന് നമുക്ക് PCOD കുറിച്ച് അറിയാം. വളരെയധികം കൗമാരക്കാരായ പെൺകുട്ടികളെ അലട്ടുന്നൊരു പ്രശ്നമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും അതായത് OPയിൽ വരുന്ന ഇത്തരം നമ്മുടെ ഗൈനക്കോളജിക്കൽ പ്രശ്നമുള്ള ഒരു നല്ലൊരു ശതമാനത്തോളം കൗമാരക്കാരും PCOD എന്നുള്ളൊരു ആരോഗ്യ പ്രശ്നവുമായിട്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. PCOD എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗമായി നമുക്ക് പറയാം. അതായത് മാറിയ ജീവിതശൈലി, മാറിയ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, ഇവയൊക്കെ തന്നെയാണ് PCODയുടെ പ്രധാന കാരണം. അതായത് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഓവുലേഷൻ സമയത്ത് നമ്മുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം, ഹോർമോണുകളുടെ പ്രവർത്തനവും കൃത്യമായി നടക്കാത്തത് കാരണം കൃത്യമായ ഉൽപാദനവും അണ്ടവിസർജനവും നടക്കുന്നില്ല. അതായത് ഒരു പെൺകുട്ടി പെണ്ണായി മാറുന്ന സമയത്ത് മെൻസുറേഷൻ ആർത്തവം സംഭവിക്കുന്നു. ആർത്തവം സംഭവിക്കണമെങ്കിൽ ഓവുലേഷൻ സംഭവിക്കണം. ഓരോ മാസവും അതായത് ഓരോ കൃത്യകാലയളവിൽ പീരീഡ്സ് വരേണ്ട സമയത്ത് ഓരോ മാസവും നമുക്ക് അണ്ടോൽപാദനവും അണ്ടവിസർജനവും സംഭവിക്കണം. പക്ഷേ ഈ കോശങ്ങൾ കൃത്യമായി വളർന്ന് ശരിയായ അണ്ടോൽപാദനവും അണ്ടവിസർജനവും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ കുമിളകളായി രൂപപ്പെട്ട് നമ്മുടെ ഓവറിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് PCOD. ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ വ്യായാമരഹിതമായ ജീവിത രീതി, അതുപോലെ തന്നെ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം, ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ചെറിയ പ്രായം മുതലേ കുട്ടികൾ ഇപ്പോൾ ഓടിക്കളിച്ച് നടക്കുന്നൊരു രീതിയില്ല. ഒരേ ഇടത്ത് ഇരുന്ന് തന്നെ TV കാണുക, കമ്പ്യൂട്ടർ ഗെയിം ചെയ്യുക, പഠനവും ഒക്കെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ തന്നെ നമ്മുടെ അതായത് സ്ത്രീ സഹജമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ, തലച്ചോറിലെ അവയവങ്ങളെ, അതായത് ഹൈപ്പോതലാമസ് പോലുള്ള സെൻറ്റേഴ്സിനെ ബാധിക്കുകയും സ്ത്രീ സഹജമായ ഹോർമോണുകളുടെ ഉൽപ്പാദനവും കുറയുകയും ചെയ്യുന്നു. PCODയുടെ ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രായക്കാരായ കുറച്ചധികം വെയിറ്റ് കൂടിയ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് PCOD ഉണ്ടായെന്ന്. അതായത് അമിതമായ വണ്ണം, കൃത്യമായി നമ്മൾ അധികം ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും അമിതമായി വണ്ണം വയ്ക്കുക, അതുപോലെ തന്നെ പുരുഷ സഹജമായ പുരുഷ ഹോർമോണുകൾ കൂടുകയും സ്ത്രീ ഹോർമോൺ കുറയുകയും ചെയ്യുന്നത് കൊണ്ട് മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത്, മുഖരോമങ്ങൾ കൂടുന്നു, താടി രോമങ്ങൾ, മീശരോമങ്ങൾ കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റും കറുത്ത നിറം, പിഗ്മെൻറ്റേഷൻ വരിക, നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം കൂടുക, അതുപോലെ ആർത്തവത്തിൽ വരുന്ന ക്രമക്കേടുകൾ. ഇതാണ് PCODയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. അതായത് പലർക്കും ഓവുലേഷൻ ശരിക്കും നടക്കാത്തത് കൊണ്ടും ആരോഗ്യകരമായ ഓവം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതും കൊണ്ട് തന്നെ ആർത്തവം നല്ല ഗ്യാപ്പിൽ വരുന്നു. അതായത് കൃത്യമായ ഇടവേളകൾ വരുന്നില്ല. പല അമ്മമാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒരു 14-15 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് മോൾക്ക് കുറേ ദിവസമായിട്ട് പീരീഡ്സ് ഇല്ല, അത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ, അത് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ ചോദിക്കാറുണ്ട്. സാധാരണ ഒരു കുട്ടിക്ക് പീരീഡ്സ് വന്ന് തുടങ്ങുന്ന പ്രായം എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെ ഇപ്പോൾ 10 വയസ്സ് മുതലേ തുടങ്ങുന്നുണ്ട്. ഒരു 18 വയസ്സ് വരെ, 17-18 വയസ്സ് വരെ ഒരു ചെറിയ ഇറഗുലാരിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇറഗുലാരിറ്റി എല്ലാം ഈ ഒരു റൊട്ടീനിലായി വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൃത്യതയില്ലായ്മയാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവഗണിക്കാൻ പാടില്ല. PCOD പോലുള്ള ഹിസ്റ്ററി വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ PCODയുടെ മറ്റ് ലക്ഷണങ്ങളുള്ളവർക്കും അമിതമായി വണ്ണം വയ്ക്കുക, ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്കിന്നിലെ നിറവ്യത്യാസങ്ങൾ, കൊഴുപ്പ് അടിഞ്ഞു കൂടുക, ഇവയൊക്കെ ഉണ്ടെങ്കിൽ PCOD ഉണ്ടോ എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലേ തന്നെ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതാണ്. ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ജീവിതശൈലി ക്രമീകരണമാണ് അത്യാവശ്യമായി വേണ്ടത്. അതായത് പീരീഡ്സിന് ഇത്തരം ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ട്, രണ്ട് ആർത്തവങ്ങൾ തമ്മിൽ വളരെയധികം ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ വരുന്ന സമയത്ത് പീരീഡ്സ് വരുന്ന സമയത്ത് അതിയായ വേദനയോട് കൂടിയ മെൻസുറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ചെറിയ തോതിൽ മാത്രമേ രക്തസ്രാവം ഉണ്ടാവുകയുള്ളൂ. ചിലരിലാണെങ്കിൽ 2-3 മാസത്തിന് ശേഷം ചെറിയൊരു സ്പോട്ടിങ് വരികയും അമിതമായ രക്തസ്രാവം ചിലപ്പോൾ ഉണ്ടാവാറും സാധ്യതയുണ്ട്. ജീവിതശൈലി ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ആഹാര രീതി. കുട്ടികളിലെ ജങ്ക് ഫുഡ് സംസ്കാരം ഒഴിവാക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. മുന്നേ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന, അതായത് പീരീഡ്സ് തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന എള്ളെണ്ണ, അതുപോലെ തന്നെ
നമ്മൾ മാവ് കുറുക്കി കൊടുക്കുക, അത്തരം ആചാരങ്ങളൊക്കെ കുട്ടിയെ ശരിയായ ഒരു ജീവിത ശൈലി, അതായത് ഭക്ഷണശീലങ്ങളിലേക്ക് വരുത്തുന്നതിനുള്ളൊരു തുടക്കമായിരുന്നു. അതുപോലെ നമ്മുടെ ആഹാരത്തിലെ എള്ള്, ചെമ്പരത്തി, നമ്മുടെ ആഹാരത്തിൽ നാരടങ്ങിയ ഭക്ഷണം, ആവശ്യത്തിന് പ്രോട്ടീൻ, മുളപ്പിച്ച ധാന്യങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുത്തുക, മൈദ അടങ്ങിയ ആഹാരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ആഡഡ് ഷുഗർ കുറയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. വ്യായാമം കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അതായത് പെൺകുട്ടികളിൽ ഡാൻസ് ശീലിപ്പിക്കാം, നീന്തൽ ശീലിപ്പിക്കാം, അതുപോലെ സൈക്കിൾ ഓടിക്കുന്ന ശീലമുണ്ടാക്കുക. കൗമാരപ്രായത്തിലെ തന്നെ ഇങ്ങനെ വ്യായാമം ഒരു ശീലമാക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ PCOD പോലുള്ള കണ്ടീഷൻസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ജനിതക ഘടകങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. അത്തരം ആൾക്കാർക്കും തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കും അതിനുള്ള ചികിത്സയും കൃത്യമായി ചെയ്യേണ്ടതാണ്. പലപ്പോഴും നമ്മൾ PCODക്ക് ചികിത്സയ്ക്ക് വരുന്നത് പ്രത്യുൽപാദനം, അതായത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. അങ്ങനെയല്ല, വളരെ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആഹാര രീതിയും വ്യായാമശീലങ്ങളും ജീവിത രീതിയും മാറ്റുകയാണെങ്കിൽ PCOD കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഇവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.